എക്സാമിന് ഈസി ആയിട്ട് 2 മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം പഠിച്ചാൽ മതി. വാട്ട് ഈസ് ലേസർ തിയറി, അല്ലെങ്കിൽ എന്താണ് ലേസർ തിയറി എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ലേസർ തിയറി ആരുടെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ആരുടെയാണ് മക്കളെ നമ്മുടെ ലേസർ തിയറി എന്നുള്ളത്? നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ടുള്ള, അത് നമ്മുടെ വൺ വേർഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹു ഇസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ ആദം സ്മിത്ത് ആണെന്ന് പറയണം. നമ്മുടെ ആദം സ്മിത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ ലേസർ തിയറി എന്നുള്ളത്. ഇനി എന്താണ് നമ്മുടെ ലേസർ തിയറിയിൽ പറയുന്നത് വെച്ചാൽ argued for limited government intervention in the economic activities. അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസുകളിൽ ഗവൺമെന്റ് വളരെ കുറച്ച് ഇടപെടാവൂ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടുക ചെയ്യരുത് എന്ന് പറയുന്ന തിയറിയാണ് നമ്മുടെ ലേസർ തിയറി എന്നുള്ളത്. തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? നമ്മുടെ ആദം സ്മിത്ത് ആണ്. അപ്പൊ ആദം സ്മിത്ത് പറയാണ് ഗവൺമെന്റ് അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം? വ്യക്തികളെ സ്വതന്ത്രരായിട്ട് വിടണം. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവര് ബിസിനസ് ചെയ്തോളും. ഗവൺമെന്റ് അതിനകത്ത് ഇടപെടുക ചെയ്യരുത്. അതാണ് നമ്മുടെ ലേസർ തിയറി എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. ആദം സ്മിത്തിന്റേതാണ് ലേസർ തിയറി. ആദം സ്മിത്ത് ആരായിരുന്നു? നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിരുന്നു. അപ്പൊ ഈസി ആയിട്ട് നമ്മുടെ 2 മാർക്ക് നമുക്ക് സെറ്റ് അല്ലേ?